ഞാൻ ഭീമൻ MA ഫൈനൽ ഇയർ. ഞാൻ ഗോപി അമ്മേ ഫസ്റ്റ് ഇയർ. തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റിയ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ. ഇതൊക്കെ നന്നായിട്ട് പാടുന്ന എന്നെ പൂച്ചവാണല്ലേ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് co-powered by Sumix Kidswear. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി we need our gorgeous, the beautiful, the charming, the ever young Shweta Menon to our episode. Yes, again excited because ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു and I'm really looking forward to today's episode. അതെ. Okay, this is like a brand new episode. അപ്പോൾ ഇന്ന് എന്താണ് പറയാനുള്ളത് about this episode? അല്ല, ഇപ്പൊ നമ്മുടെ ഒരു പുതിയ ഓഡിഷൻ കഴിഞ്ഞു, അതിന്റെ എഡിഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഓഡിഷൻസ് വരാൻ പോവാണ്. സോ ബി പ്രിപ്പയർഡ്. എപ്പോ ഏത് സമയത്ത് നിങ്ങളുടെ എന്താ പറയാ ഡിസ്ട്രിക്റ്റില് അല്ല നിങ്ങളുടെ ഡിസ്ട്രിക്റ്റില് നമ്മൾ വരും, വേഗം വരും ടു പിക്ക് അപ്പ് ദി കുറുമ്പുകൾ. Once again, welcome you all to Eastern Katturumbu. ഇവിടെ കുരുത്തക്കേട് അൺലിമിറ്റഡ്. അപ്പം വെൽക്കം ടു ദ ഷോ. ശ്വേതജി, പ്ലീസ് ബി സീറ്റഡ്. നമുക്ക് ഷോ തുടങ്ങാം. അപ്പൊ ഞാൻ റെഡി, നിങ്ങൾ റെഡി, ശ്വേതജി റെഡി. അപ്പൊ ഇനി പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ അല്ല ഇപ്പൊ നടന്ന ഓഡിഷൻ സെലക്ഷൻ കിട്ടി. പേരെന്താ? അയ്യോടാ ചക്കുടു. എവിടുന്ന വരുന്നേ? എന്റെ വീട്ടിന്ന്. സ്ഥലം 5 സെന്റ്. 5 സെന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ 4 സെന്റ് ഉള്ളൂ. അതല്ല ചോദിച്ചത്, ഏത് സ്ഥലത്തുനിന്നാ വരുന്നത്? പെരിന്തൽമണ്ണ. അതെയോ? എന്ത് മണ്ണ? പെരിന്തൽമണ്ണ. അയ്യോ, സോ സ്വീറ്റ്. കട്ടുറുമ്പിൽ സെലക്ട് ആയി. ഓഡിഷൻ കഴിഞ്ഞോ? ഓക്കെ, ആരാ സെലക്ട് ചെയ്തേ? വിൽസാറും സതീഷ് അങ്കളും. അവർക്ക് വെച്ചിട്ടുണ്ട്. എന്ത് കണ്ടിട്ട് എടുത്തത്? അതെനിക്കറിയില്ല, മൂപ്പർ എന്തോ കണ്ടിട്ടായി എടുത്തേ. ആണോ? അപ്പൊ എന്തൊക്കെയോ കഴിവുണ്ടോ നിനക്ക്? അയ്യോ, അതെന്ത് ചോദ്യ? ഈ ശരീരം മൊത്തം കഴിവല്ലേ? ആണോ? ഞാൻ എന്നെ പൊക്കല്ലേ? ഉഷാറട നീ. അവൻ തന്നെ അവനെ ഉഷാറെന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, നല്ല ആറ്റിറ്റ്യൂഡ്. നല്ല കഴിവുണ്ട്. ഡാൻസ് ചെയ്യോ? ഇല്ല. പാട്ട് പാടുവോ? ഇല്ല, പാടൂല. എനിക്ക് മനസ്സിലായി ചേച്ചി, ഇവൻ നന്നായി കഥ പറയും അല്ലേ? കഥ പറയോ? ചേച്ചി പറയോ? ഞാൻ പറയില്ല, നീ പറയില്ലേ? ഞാൻ പറയൂല. പിന്നെ എന്ത് കഴിവാണ് ഉള്ളത് കുഞ്ഞു? മിമിക്രി ചെയ്യും. മിമിക്രി. നമ്മള് കണ്ടിട്ടേ. നമുക്കിന്ന് കട്ടുറുമ്പിലെ പുതിയ കുട്ടി ജിംബ്രുകുട്ടൻ ഫ്രം പെരിന്തൽമണ്ണ is going to perform. CKന്റെ ഫുൾ ഫോം എന്താ? ചക്രകടത്തിൽ എന്തോ ഒരു പന്തികേടുണ്ട്. എന്തോ നല്ലല്ലേ പറഞ്ഞിട്ട്. ഓൾ ദി ബെസ്റ്റ് ജിംബ്രുകുട്ടൻ. താങ്ക് യു. അപ്പൊ ചെയ്തോളൂ, ക്യാമറ നോക്കി ചെയ്യ്. ഗിഫ്റ്റ് ആദ്യം പെർഫോമൻസ് കാണട്ടെ. ഗിഫ്റ്റ് ഞാനല്ലേ കൊണ്ടുവരിക? അല്ല, ആദ്യം പെർഫോമൻസ് കാണട്ടെ. ആദ്യം എന്താ ചെയ്യാൻ പോണേ? ആദ്യം നമുക്ക് ഒരു പട്ടിക്കുഞ്ഞിനെ, ഒരു പോമറൻ പട്ടിയെ നമുക്ക് ചെയ്യാം. ശരി. ഇനി അടുത്തത്. അടുത്തത്. അപ്പൊ ഇനി പട്ടി വിശപ്പറിയിക്കും നമ്മുടെ ഉടമസ്ഥരെ. വിശപ്പറിയിക്കണോ? അയ്യോടോ, നല്ല ബിരിയാണി മറ്റേ വാങ്ങിച്ചു കൊടുത്തതിന് പറഞ്ഞോടാ നോക്ക്. ഇനി എന്താ? ഇനി പൂച്ച. ഇത് വിശപ്പുള്ള പൂച്ചയാണോ? 2 പൂച്ചകൾ തമ്മിൽ കടിപിടി കൂടുന്നു. 2 പൂച്ചകൾ തമ്മിൽ കടിപിടി കൂടുന്നു. അപ്പൊ ഇതൊരു പൂച്ച, ഇതൊരു പൂച്ച.
സത്യം എനിക്ക് പൂച്ചനെ പേടിയാ. പണ്ടൊരു ചെറുപ്പത്തിൽ ഒരു മാന്ത് കിട്ടിയതോടെ എനിക്ക് പൂച്ചനെ പേടിയാ. ഇനി വേറെ എന്തിനാണ്? വേറെ എന്തിനാ വേണ്ടേ? വേറെ പൂച്ചയുടെ പ്രസവ വേദനയാ. ഓ എന്താ ചിരിക്കുന്നേ? ചേച്ചി ഇതിന്റെ ജഡ്ജ് ചേച്ചി തന്നെ ചെയ്യണം. എന്തിനാ ചിരിക്കുന്നേ? നീ കണ്ടിട്ടുണ്ടോ കളിമണ്ണ്? കളിമണ്ണ് അത് പൂച്ചയല്ല ഞാൻ പ്രസവിച്ചത്. കളിമണ്ണ് ഞാൻ കണ്ടില്ല. അതല്ലേ ചേച്ചി വിട്ടേരാ, അത് വിട്ടു, ഡിലീറ്റ്. ഓക്കെ, സിസേറിയനായിരിക്കും. അയ്യോ, അങ്ങനെ പുഷല്ലേ? എനിക്ക് വേറെന്തോ മാറി തോന്നിയ. ഓക്കെ, വേറെന്തോ കഴിഞ്ഞു. കഴിഞ്ഞോ? യു ആർ സെലക്ടഡ്. കട്ടറും ബാക്കി എടുക്കാം. സോ പ്രേക്ഷകരെ, ചേച്ചി ഗിഫ്റ്റ് കൊടുക്കും. അങ്ങോട്ട് പോയി വാങ്ങിക്കുക. ചേച്ചി വെറുതെ ഇത്ര നടപ്പിക്കണ്ട. കമാൺ സൂരജ്. കുഞ്ഞാ എത്ര പ്രായത്രയായി? എനിക്കൊരു ഡൗട്ട്. 6 വയസ്സ്. 6 വയസ്സേ ആയിട്ടുള്ളൂ. അയ്യോടാ, അയ്യോ, ആ ഉമ്മയിൽ എന്തോ ഒരു 6 വയസ്സല്ലല്ലോ അതിന്, ഒരു 26 വയസ്സുണ്ടായിരുന്നു. വേറെ ഉമ്മരാ. ഓ മൈ ഗോഡ്. ഓ കേട്ടവനെ, നിനക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ല, നീ ഇറങ്ങിപ്പോ. എന്താ ചെയ്യണ്ടേ? പോടാ. സത്യം പറ, നിനക്ക് എത്ര വയസ്സായി? സത്യം പറ, നിന്റെ പേരെന്താണ്? സൂരജ്. പിന്നെ എപ്പോഴും ഇതാണ്. അടുത്ത പ്രാവശ്യം വരട്ടെ, ഞാൻ അപ്പ കണ്ടുപിടിക്കും ആരാന്ന്. ആൾമാറാട്ടം. എന്തായാലും ഇനി അടുത്തത് വരാൻ പോകുന്നത് ഒപ്പം എന്ന സിനിമയിലെ ഒരു അടിപൊളി ഡബ് സ്മാഷ് ആണ്. ഒപ്പം സിനിമ നമ്മളൊക്കെ കണ്ടാണ്. ഒരു ത്രില്ലിംഗ്, ഒരു ഗ്രിപ്പിംഗ് മൂവിയാണ്. കട്ട്റൂമിന്റെ വേർഷൻ ഓഫ് ഒപ്പം.
എന്റെ മദാമേ ശ്രീഹരി മദാമയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മദാമയായിട്ട്? നന്നായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? വെരി ഗുഡ്. ലാലേട്ടന്റെ മുമ്പിൽ എത്ര ആൾക്കാർ ഡാൻസ് ചെയ്തു അല്ലേ? ആസ്വദിച്ചില്ലേ? എന്തായാലും നമ്മളുടെ എല്ലാരും ബാക്കിയെല്ലാം കട്ടുമ്പോ എല്ലാരും നന്നായി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ. ഇനി അടുത്തതായി വരാൻ പോകുന്നത് ഒരു സ്കിറ്റ് ആണ്. സീനിയേഴ്സ് എന്ന മൂവിയിൽ നിന്ന് ഒരു സ്കിറ്റ് ആണ്. ഈ സ്കിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ സീനിയേഴ്സ് എന്ന മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആരൊക്കെയാണ്? ജയറാമേട്ടൻ, മനോജ് കെ ജയൻ, ബിജു മേനോൻ, കുഞ്ചാക്കോ ബോബൻ, ഇവരൊക്കെയാണ്. പക്ഷെ ഇതേ ക്യാരക്ടേഴ്സ് പഴയ നടന്മാരായ ജയൻ, ഉമ്മർ, സത്യൻ സർ, നസീർ ഇവരൊക്കെ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓ, ഇവൻ പോയില്ലേ? ഞാൻ പോയില്ല. Too much. എന്താ വേണ്ടത്? CK ജിംബ്രൂട്ടാ, ഞാൻ നോക്കിയിരിക്കുന്നു. 2 നടന്മാരെ വേണമെങ്കിൽ ചെയ്തോളൂ. പഴയ നടന്മാരായിരിക്കണം. പഴയ നടന്മാരോ? ആ, എങ്കിൽ വെച്ച് ആരെങ്കിലും ഒരു നടിയായ പ്രശ്നമുണ്ടോ? നടിയായാലും കുഴപ്പമില്ല. ചാളമേരി ചേച്ചി. അപ്പൊ ചെയ്യണേ. ചാളമേരോട് കളിക്കല്ലേ എടാ മത്തി, നിന്നാടാണ് കേട്ട. ചാളമേരോട് കളിക്കല്ലേ. അടുത്തത് അജു ചേട്ടൻ. മിസ്റ്റർ നായർ അന്വേഷണം 5 അടി 4 ഇഞ്ചത്തിൽ കണ്ണിങ്ങനെ പോയി, മൂക്കിങ്ങനെ പോയി, ഞാനിങ്ങനെ അറിയാനോടു. ഇതാരോ പഠിപ്പിച്ചെന്നെ അറിയോ? അനുരൂപങ്കില്. അതെ അതെ. ഇവനിപ്പോ എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യൂ, ആ പുറത്തൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്, ഇവിടെ എടുത്തുനിന്ന് അവിടെ നേരെ വലിച്ചേര് ആ അടപ്പ് അടിക്കുക. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ. അടുത്തത് സീനിയേഴ്സിന്റെ ഒരു സ്കിറ്റ് ആണെന്ന് പറയൂ, പഴയ നടന്മാര് ചെയ്യുന്ന. പറഞ്ഞോളൂ. അടുത്തത് സീനിയേഴ്സിന്റെ സ്കിറ്റ് ആണ്. പഴയ നടന്മാരെ. ഓക്കെ, ബൈ ബൈ. സംഭവിക്കും ആർക്കറിയാം? ഇവിടെ എന്തും നടക്കും. നമുക്ക് ഹോസ്റ്റലിൽ പോയാലോ? ഇന്നൊരടി ഉറപ്പാ. എന്താ ഇവിടുത്തെ പ്രശ്നം? നമ്മുടെ കോളേജിലെ സീനിയേഴ്സ് ഇല്ലേ, ആസ്ഥാന ഗായകനായ ഭീമനെ പൊട്ടിക്കാൻ വേറൊരു പാട്ടുകാരൻ വന്നേക്കുമെന്നു. അതൊക്കെ നമ്മൾ ഭീമന് പിടിക്കോ? ശരിയാ, അവൻ ആകപ്പാടെ കലിയിളകി നിൽക്കുക. നിനക്ക് നന്നായിട്ട് പാടുന്ന എന്നെ പൂച്ചവാളല്ലേ? എടാ നിന്നെ ഞാൻ എടാ നീയൊക്കെ കരയുമ്പോഴും പാട്ടോ. ബാക്കിയുള്ളവർ 2-3 വർഷം തോട്ടിലും കുളത്തിലും മുങ്ങി കിടന്ന് സാധകം ചെയ്തു. വെറുതെ ആയില്ലേ? ഈ കോളേജിൽ ഒരൊറ്റ യേശുദാസ് മതി. ഏത്തയിറാ നിന്റെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നൊരു പാട്ടുണ്ട്, പാടട്ടെ? അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മേ കൊടുങ്ങല്ലൂരമ്മേ. അത് കുമാരൻ നല്ലൂരമ്മേന്നാ. അതങ്ങനെ പാടും ഇങ്ങനെ പാടും. നീ ഏത്തറാ പുല്ലേ. അടിക്കല്ലേ, ഞാനിവനെ കൊണ്ട് ഏത്ത മാത്രമേ ഇടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ലേ. ചേട്ടനെ തോൽപ്പിക്കാൻ പെറ്റിക്കോട്ട് വിട്ടു വരുന്നുണ്ട്. അതേതാടാ ഈ കോളേജ് പെറ്റിക്കോട്ട്? അളിയോ, ഇതെന്നാ കോല അളിയായത്? ഇത് പെൺപിള്ളേര് പഠിക്കുന്ന കോളേജാ. എന്നാ പറയാനാ എന്റെ കാഞ്ഞിരപ്പള്ളിയിലുള്ള തിരുവനന്തപുരം അച്ചായ. ഞാൻ ആ വിമൻസ് കോളേജിലാ പഠിച്ചത്. അവളുമാർ എന്നെ ഈ കോലത്തിലാക്കി ഇങ്ങോട്ട് വിട്ടു. ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അഡ്മിഷനൊക്കെ കിട്ടും, പക്ഷെ നീ എന്നെ ചെറുതായിട്ടൊന്ന് തല്ലി തോപ്പിക്കണം. തല്ലിത്തോപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ വന്നതല്ല ഞാൻ. ജീവിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി വന്നതാ. അതിന് സമ്മതിക്കില്ല താങ്കളൊക്കെ. ഈ കളി ഇന്നത്തോടെ നിർത്തിക്കോ. ഇനി കളിച്ചാൽ നമ്മളിൽ ഒരാളെ ബാക്കി കാണും.
അത് ഓർമ്മയിരിക്കട്ടെ. അയ്യോ, ഈ കാണുന്ന തടി മാത്രമേ ഉള്ളൂ, നമ്മളൊരു പാവമാണേ. കൊള്ളാം. ഇനി ഞങ്ങളെ രണ്ടുപേരെ തോപ്പിക്കാൻ ആരുണ്ടറാ ഈ കോളേജിൽ? അതെ, പാട്ട് പാടുവോ? ഇല്ല. അപ്പൊ ആ മേഖല എന്റെ ഈ ഭദ്രം അടിക്കും. ഭീമൻ ചേട്ടാ പണി കിട്ടി. പണി കിട്ടിക്ക് പിന്നെ എന്നാ കോളേജ് വരുന്ന? പണിക്ക് പോയിക്കൂടെ? അതല്ല, പുതിയൊരു വിഷയം. പിന്നെ കോപ്പിലെ വിഷയം, ഇവിടെ ഉള്ള വിഷയം പഠിക്കാൻ സമയം കിട്ടില്ല. അയ്യോ ഭീമൻ ചേട്ടാ, ശ്രദ്ധിച്ചു കേക്ക്. ഈ കോളേജിലെ കിടുകിടാ വെറുപ്പിച്ച ആ പഴയ 4 കിടിലങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേതാ 4 പഴയ കിടിലങ്ങൾ? സീനിയേഴ്സ്, ഈ കോളേജിലെ പഴയ സീനിയേഴ്സ്. ദൈവമേ, നമസ്കാരം. ഒടുവിൽ റീഅഡ്മിഷൻ എടുത്തെത്തിയല്ലേ പഴയ സീനിയേഴ്സ്? ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ കോളേജ് വിട്ടു പോകുമ്പോൾ അന്ന് ഈ കോളേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ തിരിച്ചു വന്നപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇപ്പോൾ സൂപ്പർ കളർഫുൾ. എന്തു പറയുന്നു? ശരിക്കും കളർഫുൾ ആയിട്ടുണ്ട് ഈ കോളേജ്. രാജ, ഈ ലുടുക്ക് സൈക്കിൾ മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു ബൈക്ക് മേടിക്കണം. ഞാൻ പത്രത്തിൽ ഇന്നലെ ഒരു പരസ്യം കണ്ടായിരുന്നു. പുതിയൊരു ബൈക്ക് മേടിക്കുമ്പോൾ 5 ലിറ്റർ പെട്രോൾ ഫ്രീ ആണെന്ന്. അതൊക്കെ നാളെ അങ്ങ് മാറും. 5 ലിറ്റർ പെട്രോൾ മേടിക്കുമ്പോൾ ഒരു ബൈക്ക് ഫ്രീ ആകും. ഞങ്ങളെ കണ്ട് നിങ്ങളിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളൊക്കെ റീഅഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വന്ന പാവം ഷീനിയേശ. ഞങ്ങളെ കണ്ടിട്ട് നിങ്ങളെന്തിനാ ഇങ്ങനെ അണ്ടി കളഞ്ഞ അണ്ണാമാരെ പോലെ കണ്ണും വീഴ്ച നിൽക്കുന്നത്? ഞാൻ ഭീമൻ, MA ഫൈനൽ ഇയർ. ഞാൻ ഗോപി, MA ഫസ്റ്റ് ഇയർ. ഞങ്ങൾ വന്നത് ചില കളികളൊക്കെ കാണാനും മറ്റു ചില കളികളൊക്കെ പഠിപ്പിക്കാനും. അപ്പൊ കളി പഠിപ്പിക്കാൻ വന്ന ഡ്രിൽ മാഷാണോ നിങ്ങളൊക്കെ? എടാ പോടാ ടൂ. നീ എന്തിനാ അവനെ നോക്കി ടൂ എന്ന് പറഞ്ഞത്? ഞാൻ തെറി വിളിച്ചാലും അവർ ടൂ എന്നേ കേൾപ്പിക്കൂ. പിന്നെന്തിന് ഞാൻ തെറി വിളിക്കണം? ടൂ എന്ന് വിളിച്ചേ പോരെ. മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തമായ നക്ഷത്ര കാവിൽ മിന്നാമേട ചെമ്മച്ചാനെ തപ്പടിക്കിട തകിലടിക്കിട നീ ഒരു റസാത്തെ ആശപ്പെട്ടൊരു ശോകമെത്തിയടേ. ഇന്ന് ഈ കോളേജിൽ വല്ല പ്രത്യേകതയുമുണ്ടോ? ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ സന്തോഷത്തിലാണല്ലോ. വെരി ഹാപ്പി. ഐ ലവ് യു മോളെ, ഐ ലവ് യു. എന്റെ കാലിൽ നല്ല ചെരുപ്പുണ്ട്. ചെരുപ്പിട്ടുകൊണ്ട് കേറിക്കോളൂ. എന്റെ ഹൃദയം ക്ഷേത്രമൊന്നുമല്ല. ഈ പെൺകുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ആ കാണുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോകുന്ന എല്ലാരും. ലേഡീസ് ഹോസ്റ്റലോ? നമ്മുടെ കോളേജിൽ പോമറേനിയൻ പട്ടിയെ അയച്ചുവിട്ടത്. അത് പട്ടി വരയ്ക്കുന്ന സൗണ്ട് അല്ല, ഞങ്ങളുടെ പ്രിൻസിപ്പൾ വരുന്നതാ. ഗോപി സാറ്. ഞങ്ങൾ വിളിക്കുന്ന ഭഗവാസിന. ഓപ്പൺ ഗംഗം സ്റ്റൈൽ. ഗംഗം സ്റ്റൈൽ. ഓപ്പൺ ഗംഗം സ്റ്റൈൽ. ഗംഗം സ്റ്റൈൽ. ഓപ്പൺ ഗംഗം സ്റ്റൈൽ. എന്താ ഇത്? എന്താ ഈ കോളേജിൽ പഠിച്ച 4 പേരും വീണ്ടും റീഅഡ്മിഷൻ എടുത്ത് വന്നിരിക്കുന്നു. ഹയ്യട ഹയ്യ മിടുക്കന്മാർ. എല്ലാരും ക്ലാസ്സിൽ പോയി. എനിക്ക് നിങ്ങൾ 4 പേരോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഷാറിനോട് പറയാനുണ്ട്. ഞങ്ങൾ എന്തിനാണ് റീഅഡ്മിഷൻ എടുത്ത് ഈ കോളേജിൽ വന്നതെന്ന് ഷാറിനറിയാമോ? അറിയില്ല. ഞങ്ങളുടെ കൂടെ പഠിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരി റോജ എന്ന് ഞാൻ വിളിക്കുന്ന റോഷി, അവളിവിടെ പ്രൊഫസറാണെന്ന് ഞാൻ കേട്ടു. അവളെ ഒന്ന് കാണണം, ചില തെറ്റിദ്ധാരണകൾ മാറ്റണം. ഇതിനൊക്കെയാണ് ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്നത്. എന്ത് പറയുന്നത്? നിങ്ങളുടെ റോസി, നിങ്ങൾ അന്വേഷിച്ച റോസി ഇതാ വരുന്നു. നിങ്ങൾ തന്നെ സംസാരിക്ക്. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്ന് നീ എനിക്ക് വേണ്ടി
ഇളകിയ തരിവളകൾ നീ അഴകിന്റെ കുളിരരുവി അതിലൊഴുകിയ മുരളിക ഞാൻ പ്രണയിനി ഹരിമുരളിയിൽ ഇന്നനുരാഗരാഗമാല്യമായി നീ. റോജയ്ക്ക് എന്നോട് പിണക്കമാണോ റോജ? എനിക്കൊരു പിണക്കവുമില്ല ചേട്ടാ. പിന്നെന്താ നീ എന്നെ ഫേസ്ബുക്കില് ചാറ്റ് ചെയ്യാത്ത? അതിന് നിങ്ങൾ എന്റെ ഫ്രണ്ട് ആണോ? പിന്നെ മത്സരം പെരുപ്പിച്ചിരിക്കുന്ന ഹൃത്തിക് റോഷന്റെ പ്രൊഫൈൽ ഫോട്ടോ ഇട്ടേക്കോ ഞാൻ തന്നെ. ചുമ്മാ അതല്ല ഞാൻ ഫ്രണ്ട് ആയത്. ഒരു സന്തോഷ വാർത്ത, നമ്മളെല്ലാവരും ഈ കോളേജിൽ നിന്ന് ടൂർ പോകുന്നു. സ്റ്റഡി ടൂർ. അല്ല, സ്റ്റഡി ടൂർ. നമുക്ക് വയനാടോ ഇടുക്കിയോ വല്ലോ പോയാലോ? വയനാടും ഇടുക്കിയും വേണ്ട, കാശ്മീരാണെങ്കിൽ അടിപൊളിയായേനെ. എന്നാ പിന്നെ കാശ്മീരെങ്കിൽ കാശ്മീർ. അതെ, എന്നെയും കൂടെ നിങ്ങളുടെ ടൂറിനകത്ത് പങ്കെടുപ്പിക്കാവോ? അവിടെ ഭയങ്കര തണുപ്പാടാ, നിന്റെ തൊണ്ട പോകും. വേണ്ട വേണ്ട, ഞാൻ ഒരു വിധത്തിൽ ഈ തൊണ്ട ഇങ്ങനെയാക്കി വെച്ചിരിക്കുന്നത് അറിയാവോ? അപ്പൊ ശരി, ഞാൻ ഇങ്ങനെ നിന്നാ ശരിയായില്ല. നല്ലൊരു പെണ്ണ് വരുന്നത്. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച തൊയമ്പിന്നു മുടക്കുഞ്ഞ്. എന്നാ പിന്നെ ഈ ടൂർ നമുക്ക് അടിച്ചു പൊളിക്കാം. ടൂറിനു ഞാനെങ്ങും വരുന്നില്ല. ഫസ്റ്റ് ഇയേഴ്സ് ഗേൾസിനെ നോക്കി ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. നിങ്ങൾ പോയിട്ട് വരീൻ. ഹാപ്പി ജേർണി. മനോഹരമായിരിക്കുന്നു. നല്ല പ്രകൃതി മനോഹരമായ മഞ്ഞുമലകൾ. ഇവിടുത്തെ ക്ലൈമറ്റ് നന്നായിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. താമസിക്കാൻ ഒരു AC റൂം കൂടി കിട്ടിയിരുന്നെങ്കിൽ സംഗതി കുശായി. അയ്യോ എടാ, നമ്മൾ തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെട്ടു പോയടാ. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, അവന്മാര് തന്നെ ചെയ്തോളൂ. എന്തിനാണ് നിങ്ങൾ നമ്മളെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ കൊള്ളക്കാരാണ്, നിങ്ങൾ ഞങ്ങളുടെ പിടിയിലാണ്. വിളിക്ക്, ആരെയാണെങ്കിലും വിളിക്ക്, എന്നിട്ട് കോടികൾ കൊണ്ട് തരാൻ പറ. കോടികൾക്കാണോ നിങ്ങൾ ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നത്? ഇതാ പിടിച്ചോ, കാരുണ്യ ഭാഗ്യക്കുറി. അടിച്ചു കഴിഞ്ഞാൽ 1 കോടിയാ. എല്ലാരോടും പറഞ്ഞതാ വയനാട് ഇടുക്കിയോ വല്ലോ മതിയെന്ന്. കാശ്മീർ ഉണ്ടാക്കിയപ്പോൾ സമാധാനമായല്ലോ. അയ്യോ, ഞങ്ങൾ വെറുതെ വന്നേ. ആരെയെന്ന് വെച്ചാ വിളിക്കടാ. ഞങ്ങൾക്കാരെയും വിളിക്കാനില്ല. നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലാം. കൊല്ലിനോ എന്ത് പറഞ്ഞു നീ? അഹങ്കാരം പറയുന്നു. ആകാശം ചിന്നിച്ചിലരാം യോദ്ധാക്കളിലായോധന വീര്യം പകരാം 522 പട്ടാളക്കാർ ഈ കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു. മരണഭയമല്ല തോന്നുന്നത്, തിരിച്ചടിക്കാനുള്ള ആത്മവീര്യവും ലക്ഷ്യം പിടിച്ചെടുക്കാനുള്ള ആവേശവുമാണ്. അതിനിടയിലാണ് നമ്മുടെ അവസാനമെങ്കിൽ സൈനിക വ്യൂകളിൽ നിന്ന് ആലപിക്കുന്ന ലാസ്റ്റ് പോസ്റ്റും ഗൺ സല്യൂട്ടും ഏറ്റുവാങ്ങി ഈ നാടിനോട് വിട പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഇതിലാദ്യം മരിച്ചത് ആരാണെന്നറിയില്ല, പക്ഷെ ഇതുപോലെ മരിച്ചു വീഴുന്നവർ പകർന്നു തരുന്ന ആത്മവീര്യവും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉള്ളപ്പോൾ പിടിച്ചെടുത്തിരിക്കും സാർ. നമ്മൾ പെട്ടു, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. ഇയാൾ സിനിമ നടനാ. അമ്മേ വീണ്ടും പെട്ടോ. കടുവായും ഇടുവ പിടിക്കുന്നു, മരയൊന്നിനു ചായ. സൂപ്പർ സൂപ്പർ സീരിയസ് ആയി മാറിയിരിക്കുകയാണ്. നല്ലൊരു കൈയടി. എല്ലാവരും അവിടെ ഇരുന്നോളൂ, അവിടെ ഇരുന്നോളൂ. തേജ് അവിടെ ഇരിക്കൂ. ഓക്കെ, അപ്പൊ സീനിയേഴ്സിന്റെ ഈ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ഇങ്ങനത്തെ ഒരു ആക്ട് കാണുമ്പോ സോ ഹാപ്പി. ദൃഷ്ടി തട്ടാതിരിക്കട്ടെ എന്റെ കുഞ്ഞുങ്ങൾക്ക്. ഓക്കെ, ഇതില് നമ്മുടെ പഴയ ശ്രീഹരിക്ക് എന്തോ പറ്റി. ശ്രീഹരി ഇതില് നമ്മുടെ പഴയ നടന്മാരുണ്ടായിരുന്നു, പുതിയതുണ്ടായിരുന്നു, നമ്മുടെ പെണ്ണുങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾ അവരുണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് അതെങ്ങനെ രാജു ഉണ്ടായിരുന്നു, ഭീമൻ രഘു സർ ഉണ്ടായിരുന്നു, പിന്നെ പ്രേം നസീർ സർ ഉണ്ടായിരുന്നു, പിന്നെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. വെൽക്കം ടു
ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവേർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടമാൻസ്. ചേച്ചി എപ്പോഴെങ്കിലും ശ്രീയേട്ടൻ രാത്രി ഇങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് പോകുമ്പം നല്ല തമാശയൊക്കെ പറഞ്ഞ് ചേച്ചിനെ ചിരിപ്പിക്കാറുണ്ടോ? ഒരു ശ്രീനിയേട്ടൻ സ്റ്റൈലാണ്, സ്ട്രേറ്റ് ഫേസ് ആണ് ശരിക്കും. സത്യം. അപ്പം ജോക്സ് ഒന്നും പറയില്ല? ജോക്സ് പറയും, സ്വന്തം ചിരിക്കും, സ്വയം ചിരിക്കും. അത് തന്നെയാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്. വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമ സത്യം പറഞ്ഞ പല ഹസ്ബൻഡ്സ് ഇത് കണ്ട് പേടിച്ചതാണ്. ഇത് കല്യാണത്തിന് വരെ നമ്മൾ പേടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ബിക്കോസ് കല്യാണം ഭയങ്കര പ്രതീക്ഷയോടെ കല്യാണം കഴിക്കും, പക്ഷെ ആ പെണ്ണുമായിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ട് ഇവർ കാണിക്കുന്ന പരിപാടികൾ ഭയങ്കര കോമഡിയാണ്. ഇവരൊരു ഫോട്ടോ എടുക്കുന്ന ഒരു സീനുണ്ട് പൊക്കം ചെയ്യാനായിട്ട്. അങ്ങനെ പല രീതിയിൽ ഈ പെണ്ണിനെ ഇംപ്രസ് ചെയ്യാണ്, ഒരു ഭാര്യയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ജോക്സ് പറയാൻ ഒരു നല്ലൊരു കുടുംബ ചിത്രമായിരുന്നു. ശ്രീനിയേട്ടൻ, പാർവതി ചേച്ചി എന്നിട്ട് ശ്രീനിയേട്ടന് ഉപദേശം കൊടുക്കുന്ന ഇന്നസെന്റ് സാറ് വാഴത്തോട്ടത്തിന് ഇടയിൽ നിന്ന്. സോ ഈ സീനൊക്കെയാണ് ഇന്ന് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ കട്ടുറുമ്പ് വേർഷൻ ഓഫ് വടക്ക് നോക്കി യന്ത്രം. ദാമ്പത്യ ജീവിതത്തില് ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. ദിനേശ, ആ കുട്ടി ചിരിക്കല്ലേ വേണ്ടു? അതെ. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇക്കിളിയാക്കിയ പോരെ? അങ്ങനെയുള്ള ചിരിയല്ല സാറേ. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ? ഫലിതം എന്ന് വെച്ചാൽ പകല് പറയണതുണ്ട്, രാത്രി പറയണതുണ്ട്. രാത്രി ഫലിതം വേണ്ട, പകലത്തേത് മതി. അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ളത് മതിയില്ലേ? മതി, പക്ഷെ അവള് ചിരിച്ചിരിച്ച് മടുക്കണം. ദിനേശൻ ഒരു കാര്യം ചെയ്യും, ഈ മംഗളത്തിലും മനോരമയിലും വരുന്ന ഫലിതബന്ധുക്കള് ഒന്ന് വീശി നോക്ക്. അയ്യോ, അത് അവള് വായിച്ചതാണെങ്കിൽ. പുതിയ ലക്കങ്ങളല്ല, ഒരു 10 കൊല്ലം മുമ്പുള്ളത്. എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ. ഇനി അഥവാ അത് ഏറ്റില്ലെങ്കിൽ പിന്നീട് കുറച്ചെണ്ണം ഞാൻ എഴുതി തരാം. എന്തായാലും ദിനേശൻ ധൈര്യമായിട്ടിരിക്കും, പേടിക്കണ്ട. വേണ്ട, എന്റെ ഉണ്ടേ, ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടല്ലേ? പിന്നെ വീട്ടിലേക്ക് ഉണ്ട്. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട്? കുടിക്കാൻ വല്ലതും വേണോ? നീങ്ങുവാ. പാർവതി ചേച്ചി ഇതെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വല്ല രഹസ്യമുണ്ടോ? ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം, പക്ഷെ അമ്മയുടെ തങ്കമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള്. എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ തുണി കഴുകാണ്. അത് നമുക്ക് പിന്നെ കഴുകാലോ. അതിന് മാത്രമുള്ള പ്രശ്നം എന്താ? പ്രശ്നമല്ല, ചില നർമ്മ സംഭാഷണങ്ങൾ, ചില തമാശകൾ. ഞാനിപ്പോ പ്രസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി. അതോടനെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ്. തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റിയാ. ഏത് വൃദ്ധൻ? ഒരു വൃദ്ധൻ. ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഇതെനിക്കിപ്പോ പ്രസ്സിൽ വെച്ച് തോന്നിയതാണ്. ദിനേശേട്ടൻ എന്ത് പറ്റി? ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. ഇതെന്തായാലും ശോഭയ്ക്ക് ചിരി വരും, ഭയങ്കര തമാശ. എനിക്ക് തുണി കഴുകണം, അമ്മയ്ക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ എങ്ങനെയാ? ഇതും കൂടി കേട്ടിട്ട് പോയാൽ മതി. ഇതും എനിക്കിപ്പോ പ്രസ്സിൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ്. പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താണ് പറയാത്തത്? അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പ് പോരാ. എന്താ ശബ്ദമെന്നറിയോ? ദിനേശേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെയായിരുന്നു ഇവിടെ. നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ, അനുഗ്രഹീനമായ ശബ്ദം എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയാറുണ്ട്, പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല. അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ്. എന്റെ അച്ഛൻ പാടുമായിരുന്നു, ഞാൻ പാടും, കുറച്ചൊക്കെ അവനും പാടും. ദിനേശേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീ കേൾക്കാത്ത എന്റെ കുറ്റാണോ? ചുമ്മാ പുളു അടിക്കല്ലേ. മനസ്സു നിറഞ്ഞ നൊമ്പരമേ വിങ്ങിപ്പൊട്ടി കരയരുതേ, കറുത്ത പെണ്ണേ കരിങ്കുഴലി
നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു കറുത്ത പെണ്ണേ കരിങ്കുഴലി. നീ ആരാടാ, യേശുദാസോ? ആരാടാ നിന്റെ കരിങ്കുഴലി? പോടാ എന്റെ മുമ്പെന്ന്, കേറി പോടാ അലവലാതി. സൂപ്പർ സൂപ്പർ, സൂപ്പർ ആയിട്ട് ചെയ്തു. എപ്പോഴും തേജുവിനാണ് നമുക്ക് ആൽഫിക്ക് കൊടുക്കാം. ആൽഫി ഇന്ന് പെർഫോം ചെയ്തത് ആൽഫിയാണ്. സോ ആൽഫി, ഈ സ്കിറ്റ് ആൽഫിന്റെ. യെസ് ആൽഫി, ആ ലാസ്റ്റ് നീ ഇപ്പൊ ചിരിച്ചില്ലേ, അതൊന്ന് കാണിച്ചേ. ചമ്മി ചമ്മി സോ സ്വീറ്റ്. ആൻഡ് ഭാര്യ നല്ല കാസ്റ്റിംഗ്. പാർവതി ചേച്ചിയുടെ റോള് കറക്റ്റ്. നമ്മളുടെ ശ്രീനി ഏട്ടന്റെ, നമ്മളെ ഇന്നസെന്റ് അങ്കിളുടെ. യെസ്. പിന്നെ ബ്രദർ പിന്നെ ഒബ്വിയസ്ലി സേഫ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഒരു സ്കിറ്റ് ഫുൾ ആൽഫിന്റെ ആയിരുന്നു. അപ്പോ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടമാൻസിൽ ഇനി ഫുൾ ഒരു എണ്ണമയം വരാൻ പോവുകയാണ്. യു നോ വൈ? ബിക്കോസ് ബാക്ക് സ്റ്റേജിൽ മുഴുവൻ നമ്മുടെ കട്ടുറുമ്പുകൾ എണ്ണയൊക്കെ തേച്ച് നല്ല ബൈൽവാൻ ബക്രി സ്വാമികളെ പോലെ നിൽക്കുകയാണ്. യു നോ വൈ? ബിക്കോസ് ഇനി വരാൻ പോകുന്ന ഒരു വളരെ വെറൈറ്റി ഉള്ള ഒരു പ്രോഗ്രാമാണ്. ചാറ്റ് ഒന്നും ഇല്ല. ലാസ്റ്റ് ടൈം നമുക്ക് ഓർമ്മയുണ്ടോ, പെൺകുട്ടികൾ ആൺവേഷം കെട്ടി, ആൺകുട്ടികൾ പെണ്ണ്, എന്നിട്ട് അവരൊരു അടിപൊളി ഡാൻസ്. അതേപോലെ ഒരു വെറൈറ്റി സെഗ്മെന്റ് ആണ് ഇനി വരാൻ പോകുന്നത്. ബോയ്സിന്റെ മാത്രമായിട്ടുള്ള ബോഡി മസിൽ ഷോ. ഇതിൽ ആരാകും ഏറ്റവും നല്ല മിസ്റ്റർ കട്ടുറുമ്പ് ആരാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചൂസ് ചെയ്യേണ്ടി വരും. മിക്കവാറും പറ്റില്ല, ബിക്കോസ് ഈഗോ ഹേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും ഓൾറെഡി വിന്നേഴ്സ് ആണ്, ബട്ട് ഇത് നമ്മൾ കണ്ടേ തീരും. സോ ലെറ്റ്സ് ഹാവ് body muscle show of Katturumbu of Eastern Katturumbu of the Kurthikeda of the Amman. ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കരവും ഇതോ കാലമേ തനതും ഇതനു ദിനവൻ മനസമനില പോയി സാരി സരി സരി സാരി സരീരി നീനി രീരി നീനി മദനി സരി ഗരി രി ഗരി രി ഗരി രി ഗരി ഗാ ഗരി രി ഗാ ഗരി രി സരി ഗ മ പാദ പ പ ദ പ പ ദ പ പാദ സ സ ദ ദ സ സ ദ ദ മദനി സരി 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 സ ഗാ ഗരി രി ഗാ ഗരി രി മദനി രി ഇന്ദ്രധനു
ധനുസ്സുകൾ മീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതിരാം Now you're standing close to me. I feel your body shiver. It's not that I can set you. Music with the body muscles. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ അടിപതരാതെ ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ. അതിന് എന്താണാവ്? എന്ത് പണ്ടാവില്ലാവട്ടെ. എന്താ അയ്യോ എന്റെ മക്കളെ, തേജസ്വി ഈ റൗണ്ട് പേർലിന്റെ കൂടെ ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ് അവിടെ നിൽക്കൂ. അപ്പൊ ലാസ്റ്റ് ആ മ്യൂസിക്കിന്റെ ലാസ്റ്റ് ബിറ്റ് ആ മറ്റേ സ്പെഷ്യലി ആ ഇന്നസെന്റ് അങ്കിളുടെ. ഓക്കെ, മ്യൂസിക് സൗണ്ട്. ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ പണ്ടറടങ്ങോറിലിടിഞ്ഞു തോന്നുന്നു. അടിപതരാതെ ബാക്ക്ബോൺ. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ. അതിന് എന്താണാവ്? എന്ത് പണ്ടാവില്ലാവട്ടെ. എന്താ എന്തു പറ്റി? ഈസ്റ്റേൺ കട്ടർമ കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അടുത്ത ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് ഓലത്തുമ്പത്തിയിരുന്നു ഞാൻ ആ പാട്ടാ. ബിക്കോസ് എല്ലാം എണ്ണ തേച്ച് ഇങ്ങനെ കുളിപ്പിക്കണം, നല്ല സോപ്പ് തേപ്പിച്ച് കുളിപ്പിക്കണം അല്ലേ? അതിനിപ്പോ അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ആദ്യം ഡാൻസ് ചെയ്യാം. എണ്ണ തേച്ചിട്ട് പിള്ളേർ എക്സസൈസ് ചെയ്യുന്നത് കുട്ടികളുടെ ശരീരത്തിനും ആത്മാവിനും ഒക്കെ ഭയങ്കര നല്ലതാണ്. അപ്പൊ പിന്നെ നമുക്ക് ഇപ്പൊ കുളിക്കുന്ന മുമ്പ് ഡാൻസ് കളിക്കാം. അപ്പൊ മ്യൂസിക് വേണ്ടേ? മ്യൂസിക് 1 2 മ്യൂസിക് പ്ലീസ്. निक्कर और टी शर्ट पहन के आया साइक्लोन, निक्कर और टी शर्ट पहन के आया साइक्लोन, लगा के फोन बता दे सबने बच के रहियो बागड़ बिल्ली से, चंडीगढ़ से या दिल्ली से तन चारों खाने चित कर दे। ऐसी धाकड़ है, धाकड़ है, ऐसी धाकड़ है, ऐसी धाकड़ है, धाकड़ है, ऐसी धाकड़ है, ऐसी धाकड़ है, धाकड़ है, ऐसी धाकड़ है, ऐसी धाकड़